ഷാമേ, പുതിയ സിനിമകൾ ഏതെങ്കിലും കണ്ടോ? ഇല്ല. മദ്രാസ്കാരൻ ഇല്ല, കണ്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല. അപ്പോൾ ഈ മദ്രാസ്കാരൻ പരാജയപ്പെട്ടു. അതിനൊരു വാക്കുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഷെയ്ൻ നിഗത്തിൻ്റെ പടമാണ്. ഷെയ്ൻ നിഗം ഉണ്ണി മുകുന്ദനെ ആക്ഷേപിച്ച ഒരു വാക്കുണ്ട്, അതിപ്പോൾ തിരിച്ചടിച്ചു. അദ്ദേഹം കരഞ്ഞ് നിലവിളിച്ച് നടക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ്റെ പടം പക്ഷേ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള ലെവലിലേക്ക് ഉണ്ണി കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം ഇവിടെ UMFI എന്ന് പറഞ്ഞ് നിലവിളിച്ച് നടക്കുന്നു. ഇത് ഈ ഉണ്ണി മുകുന്ദൻ്റെ ഈ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ്, അങ്ങനെയാണ് അതിൻ്റെ പേരെന്ന് അതിൻ്റെ അറിവ്. ഇത് ഇദ്ദേഹം ഒരു പ്രയോഗം, ചേട്ടൻ പറഞ്ഞൊരു പ്രയോഗം ഈ ഷെയ്ൻ നിഗം നടത്തി. ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പ്രത്യേകിച്ചും ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമയുടെ ഇതുമായിട്ട് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞൊരു ചാനൽ അതിന് ഒരു ഇൻ്റർവ്യൂ നൽകുകയുണ്ടായി. ഈ ഇൻ്റർവ്യൂവിൽ അതിന് തൊട്ട് മുമ്പ് ഈ മഹിമ നമ്പ്യാരായിരുന്നല്ലോ നായികയായിട്ട് അഭിനയിച്ചത്. അതിന് തൊട്ട് മുമ്പുള്ള RDXൽ മഹിമ നമ്പ്യാരാണ്, ജയ് ഗണേശിലും മഹിമ നമ്പ്യാരാണ്. അപ്പോൾ ഈ അവതാരക ചോദിച്ചു, ഇതിലാരാണ് മഹിമ നമ്പ്യാർക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആരാണ്, ഷെയ്ൻ നിഗമാണോ ഉണ്ണി മുകുന്ദനാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് ഇച്ചിരി കുരുട്ടുബുദ്ധിയോടുള്ള ചോദ്യമാണ്. സാധാരണ മാധ്യമപ്രവർത്തകർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, യൂട്യൂബേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇതിപ്പം നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ അവർക്ക്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ജേർണലിസം പഠിച്ചിട്ടുണ്ട്, അവരത് പഠിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി വളരെ ഒരു ബുദ്ധിപരമായിട്ട് ഇച്ചിരി കുരുട്ടുബുദ്ധിയോടുകൂടി ചോദിച്ച ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ ഉണ്ണി മുകുന്ദനും മഹിമ നമ്പ്യാരുമായി ബന്ധപ്പെട്ട് വലിയ കഥകൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഷെയ്നെ സംബന്ധിച്ചിടത്തോളം ഷെയ്ൻ ഇതിനകത്ത് എന്ത് പ്രതികരണം നടത്തും എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ അവതാരക എന്ത് ചോദിച്ചാലും ഇങ്ങനൊരു പ്രയോഗമല്ല നടത്തേണ്ടത്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ UMFI ഇങ്ങനൊരു വാക്ക അദ്ദേഹം, അതിൻ്റെ മലയാളം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന വാക്കായതുകൊണ്ട് നമ്മൾ ഇവിടെ അത് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അങ്ങനൊരു വാക്ക് ഈ ഷെയ്ൻ നിഗം പറഞ്ഞു. അവിടെ ഇരിക്കുന്ന രണ്ട് സ്ത്രീകൾ, അതായത് മഹിമ നമ്പ്യാരും മറ്റൊരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവർ രണ്ടോ മൂന്നോ പേര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബാബുരാജ് അതിനെ കൈകൊട്ടി ചിരിച്ചു. കൈകൊട്ടിയിൽ വളരെ സന്തോഷത്തോടു കൂടി അതിനോട് പ്രതികരിച്ചു. അതായത് ഉണ്ണി മുകുന്ദൻ്റെ സിനിമ ജയ് ഗണേശ് വലിയ പ്രേക്ഷക പ്രീതി നേടാത്ത പടമാണ്. അതേസമയം RDX വലിയ കത്തിക്കേറി നിൽക്കുന്ന സിനിമ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സിനിമയ്ക്കിടയിൽ അത് സംബന്ധിച്ചുള്ള ചോദ്യം വന്നപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രതികരണം, അതായത് മറ്റൊരു നടൻ്റെ സിനിമ തൻ്റെ സിനിമയ്ക്ക് മുന്നിൽ പൊട്ടിപ്പോയി എന്നുള്ള രീതിയിലാണ് ഈ ഷെയ്ൻ നിഗം പ്രതികരിച്ചത്. ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ, RDX സിനിമയിലെ ആദ്യത്തെ ഷൂട്ടിംഗ് നടക്കേണ്ട ദിവസത്തിന് മുമ്പ് തന്നെ ഉടക്കുണ്ടാക്കി. എനിക്ക് തിരക്കഥ മുഴുവൻ വായിക്കണമെന്ന് പറഞ്ഞു. തിരക്കഥ മുഴുവൻ വായിക്കണമെന്ന് ഇയാൾ വാശി പിടിക്കാനുള്ള കാരണം, അതിൽ 3 പേർക്കും തുല്യമായിട്ടുള്ള ക്യാരക്ടർ പറ്റില്ല, എനിക്ക് പ്രധാന ക്യാരക്ടർ കിട്ടണം, അതുകൊണ്ട് തിരക്കഥ വായിച്ചിട്ടേ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഇതിനു മുമ്പ് അറിയാമല്ലോ, ഒരു സിനിമയ്ക്കിടെ ചിത്രീകരണം പകുതി ഇരിക്കെ മുടി വെട്ടിക്കളഞ്ഞിട്ട് പ്രകൃതിയെ ദ്രോഹിക്കുക എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അതൊക്കെ കേട്ടിട്ട് ആൾക്കാർ പറഞ്ഞത് ഈ പ്രകൃതി തന്നെയാണ് ഇയാളെന്നാ. ആളിച്ചിരി പോച്ചയാണെന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രയോഗങ്ങൾ നടത്തിയ ആളാണ്. അപ്പോൾ അതിലൊക്കെ അയാളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. പക്ഷേ ഇത് മറ്റൊരു നടൻ, പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ അവിടെ ഇല്ല. ഉണ്ണി മുകുന്ദൻ ആ വേദിയിൽ, ആ പരിസരത്ത് എവിടെയും ഇല്ല. ആ വേദിയിലോ ആ സദസ്സിലോ എങ്ങും ഉണ്ണി മുകുന്ദൻ്റെ പ്രസൻസ് ഇല്ല. എന്നിരിക്കെയാണ് ഇയാളിത് ഈ ഒരു പ്രതികരണം നടത്തിയത്. ആ പ്രതികരണം നടത്തിയ ആൾ അതിൽ വലിയ വിമർശനം കേൾക്കേണ്ടി വന്നു. വലിയ വിമർശനം എന്ന് പറയുന്നത് നാട്ടുകാർ മൊത്തം പൂര തെറിവിളിയായിരുന്നു. തെറിവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ RDX എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഹൈപ്പ് ഇയാൾ ആ സിനിമയോട് കൂടി നശിപ്പിച്ച് കളഞ്ഞു. ആ സിനിമ അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു, ഈ ലിറ്റിൽ ഹാർട്സ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഇപ്പുറത്ത് ഒരു അച്ഛനും മകനും, അപ്പുറത്ത് വളരെ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവരായിട്ടുള്ള ഒരു അച്ഛനും മകനും അവർ ജോലി ചെയ്യുന്ന വലിയ കുടുംബത്തിലെ ഒരു കുട്ടിയിലേക്ക് എത്തുന്ന ഒരു കഥ
അച്ഛനും മകനും പ്രണയമുള്ള ഒരു കഥ, മനോഹരമായിട്ടൊരു സിനിമയാണ്. പക്ഷേ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിൻ്റെ കാരണം എന്തോ, ഇയാളുടെ കയ്യിരിപ്പാണ്. ഇയാളുടെ കയ്യിലിരിപ്പാണ് ഇത്. ഈ സിനിമയാണ് ഇപ്പോൾ ഈ മദ്രാസ്കാരന് തൊട്ടും പോന്നിരിക്കുന്ന ആ സിനിമ, അതാണ് ലിറ്റിൽ ഹേർട്സ് ആണ്. അത് ആ സാധനം നല്ല സിനിമയായിട്ട് പോലും ഇയാളുടെ ഈ കയ്യിരിപ്പ് കാരണം ആ പടം ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഈ മദ്രാസ്കാരൻ വലിയ തോതിൽ വിജയമാവുന്നില്ല. 1 കോടി മാത്രമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അല്ല, അദ്ദേഹത്തിന്റെ പരാതിയുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ തോൽപ്പിക്കാൻ? പക്ഷെ അതിനകത്ത് ആളുകൾ പറഞ്ഞ ഒരു മറുപടി, കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ പടത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. തമിഴ്നാട്ടിൽ ആരാണ് ഇദ്ദേഹത്തിന്റെ പടത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അല്ല, നല്ല അറിയപ്പെടുന്ന നല്ലൊരു സംവിധായകനാണല്ലോ. വലിയ മോഹൻദാസിന്റെ പടമാണ്. അപ്പൊ അതിന്റെ കളക്ഷൻ ഞാൻ പറഞ്ഞുതരാം. 1,15,00,000 രൂപയാണ് ഇതുവരെ അതിന് കിട്ടിയത് ആ സിനിമയ്ക്ക്. ഒരു നടന്റെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഷെയ്ൻ ഇത് ഭയങ്കര ഹൈപ്പുള്ള നടനാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. RDXലൊക്കെ വന്നിട്ട് 100 കോടിയൊക്കെ നേടി അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഹൈപ്പുള്ള ഒരു നടൻ എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരാൾ ഈ 1,15,00,000 രൂപ അതിന് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. പടം എഴയുവാണെന്നാണ് പറഞ്ഞത്. അതായത് തിയേറ്ററിൽ കാണാൻ ആളില്ല. ഇവിടെ തന്നെ പല തിയേറ്ററുകളിലും ഈ പടം ഷോ നടക്കുന്നില്ല. ഈ മദ്രാസ്കാരന് ഷോ നടക്കുന്നില്ല. കാര്യം ഈ പടം കാണണമെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ ഒരു ഷോ നടത്തണം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ 20 പേര് വേണം. 20 പേരില്ലാത്തതുകൊണ്ട് പടം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുക. പടം ക്യാൻസൽ ചെയ്യുക. ആളുകൾ കാണാൻ പോകുന്നു, പടമില്ല. ആളുകൾ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ, ഈ സിനിമ കാണാൻ വേണ്ടി റിവ്യൂവേഴ്സ് പോകുന്നുണ്ട്. റിവ്യൂവേഴ്സ് പോകുമ്പോഴത്തേക്ക് റിവ്യൂവേഴ്സ് അവിടെ ചെല്ലുമ്പോൾ പിന്നെ കാണുന്നൊരു കാഴ്ച, ഈ 20 ടിക്കറ്റും അവരെടുക്കേണ്ട അവസ്ഥയാണ്. റിവ്യൂവർമാർ പോകുമല്ലോ, ഈ സിനിമ കണ്ടിട്ട് വേണ്ടേ അവർക്ക് റിവ്യൂ പറയാൻ. ആ റിവ്യൂ പറയാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആളില്ല. കാര്യം എന്താ? ഇതാണ് കയ്യിലിരിപ്പ്. ഒരു നടനെ, ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടൻ, ഈ ഉണ്ണി മുകുന്ദന് വലിയ ചരിത്രമുണ്ട്. ഉണ്ണി മുകുന്ദനോട് അങ്ങനെ കളിക്കുമ്പോൾ സൂക്ഷിക്കണം. ഉണ്ണി മുകുന്ദനെ പണ്ടൊരു ഈ ടിനി ടോം പറഞ്ഞൊരു കഥയുണ്ട്. ടിനി ടോം ഒരിക്കൽ പറഞ്ഞൊരു കഥ, അതായത് ഉണ്ണി ഈ വേദിയിലില്ലെങ്കിലും ഉണ്ണി ഈ പറയാത്തൊരു കഥ ഞാൻ പറയാമെന്ന് പറഞ്ഞ ടിനി ടോം പറഞ്ഞൊരു കഥ. അതായത് ഒരു നടിയോട് ഉണ്ണിക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹം നടിയെ അറിയിച്ചപ്പോൾ നടി പറഞ്ഞു അവരോടൊന്നും ഞാൻ ഫോട്ടോ എടുക്കില്ല എന്ന് പറഞ്ഞു. ആ നടി ഇന്ന് ഔട്ടാണ്. ഉണ്ണി ഇന്ന് പാൻ ഇന്ത്യൻ ആക്ടറാണ്. ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ആക്ടറായിട്ട് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ട്രെയിൻ കയറി ഇവിടെ എത്തിയ ഉണ്ണി മുകുന്ദൻ ഇന്ന് മലയാളം ഇൻഡസ്ട്രി ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതാണ്. ഇവർക്കൊക്കെ ഈഗോയാണ്. അതായത് ഇവരെല്ലാവരും വന്നത് എങ്ങനെയാണ്? ഇവരുടെയൊക്കെ പിതാക്കന്മാർ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നതുകൊണ്ട് കയറി വന്നവരാണ്. ഉണ്ണി അങ്ങനെ വന്നവനല്ല. ഉണ്ണി തനിയെ വഴി കിട്ടി വന്നവനാണ്. അയാൾ ഇന്ന് ഇൻഡസ്ട്രി ഭരിക്കുന്നെങ്കിൽ അത് അയാളുടെ കഴിവുകൊണ്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂ സമയത്ത് ഉണ്ണിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഷൈൻ പറഞ്ഞത് എനിക്ക് ഉണ്ണിയെ വിളിക്കേണ്ട തരത്തിലുള്ള ബന്ധം എനിക്കില്ലെന്നാണ്. അന്ന് പറഞ്ഞത് ഞാൻ ഉണ്ണിയുമായിട്ട് നല്ല സൗഹൃദമാണ്, ഞാൻ ഉണ്ണിയെ വിളിച്ച് സംസാരിച്ചിരുന്നു, ഞാൻ ഉണ്ണിയോട് സോറി പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് എനിക്കതിൻ്റെ ആവശ്യം, ഞാൻ ഉണ്ണിയെ വിളിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. അതിനെന്താ? ഇപ്പോൾ അവർ നിന്ന് തൊഴുവാണ്. ഇപ്പം നിന്ന് ആൾക്കാരുടെ മുമ്പിൽ തൊഴുവാണ്. നിങ്ങൾക്ക് ഹേറ്റ് ക്യാമ്പയിൻ നിങ്ങൾ ദയവായിട്ട് നടത്തരുത്. ഹേറ്റ് ക്യാമ്പയിൻ നിങ്ങൾ നടത്തരുത്. നിങ്ങൾ സിനിമ കണ്ടിട്ട് സിനിമയുടെ റിവ്യൂ പറഞ്ഞു, പക്ഷേ ഹേറ്റ് ക്യാമ്പയിൻ നടത്തരുത്. ഹേറ്റ് ക്യാമ്പയിൻ ആരാണ് നടത്തിയത്? താങ്കളാണ് ഹേറ്റ് ക്യാമ്പയിൻ നടത്തിയത്. താങ്കളുടെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കവേ മറ്റൊരാൾക്കെതിരെ ഹേറ്റ് ക്യാമ്പയിനാണ് താങ്കൾ നടത്തിയത്. അതിനെന്താ? തിരിച്ചടിച്ചു. പടം 1,15,00,000 അതിൽ കിടന്ന് എഴയുന്നു. അതും തമിഴ് സിനിമ. അപ്പോൾ തമിഴ് സിനിമ ഇൻഡസ്ട്രി അന്തം വിട്ടുപോയി. വാലി മോഹൻദാസിൻ്റെ പടമാണ്. അത്രയും ഒരു ഡയറക്ടർ വന്ന് ഒരു സിനിമ ചെയ്തിട്ട് പടം എഴുതി കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ നാണക്കേടാണ്. പക്ഷെ അവിടെ ഭയങ്കര ഇതാണ്, തള്ളോട് തള്ളാം. തമിഴ് ഭയങ്കര സിനിമ ഭയങ്കരമായിട്ട് ഓടുന്നതെന്നൊക്കെയാണ് ചില ഈ പറയുന്ന ചാനലുകളിലെ വാർത്തകളിൽ വന്നുകൊണ്ടിരുന്നത്. തമിഴിൽ ആദ്യമായിട്ട് ഷെയ്ൻ നിഗം പോയി തകർത്തു പൂണ്ടു വിളയാടി എന്നൊക്കെയാണ്. അതെല്ലാം മാറ്റി പറയേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ അതാ ഇവരുടെ തന്നെ ഇതിൽ നിന്ന് വന്നിരിക്കുന്നു. കുറച്ച് മുമ്പേ ഞാൻ ഇവിടുത്തെ പ്രമുഖ 1-ാം നമ്പർ ചാനലുണ്ടല്ലോ, അവരുടെ സൈറ്റിൽ വന്നിരിക്കുന്ന വാർത്ത മലയാളത്തിലെ ഷെയ്ൻ നിഗത്തിൻ്റെ സിനിമ മദ്രാസ്കാരൻ തകർന്നടിഞ്ഞു എന്ന്. സിനിമയാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിജയത്തിൻ്റെ ഒന്നും അല്ലെന്നേ. ഇത് കറക്റ്റായിട്ട് ആളുകൾ പ്രതികരിക്കുന്നതാണ്. മനഃപൂർവ്വം ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനഃപൂർവ്വം. അതായത് ഇതൊരു കുറേ ഈ പറയുന്ന ഇത്തരക്കാരെ എല്ലാം പിടിച്ച് താഴെയിടാനുള്ള
ഒരു രീതി, അതായത് അഹങ്കാരികളായിട്ടുള്ളവരെയൊക്കെ പിടിച്ച് താഴെ ഇടുക എന്ന് പറയുന്നത് ഈ പറയുന്ന പൊതുവേ ഉള്ളൊരു രീതിയാണ്. ഇപ്പം മലയാളത്തിലാണെങ്കിൽ സഹിക്കാൻ, തമിഴിലാണ് സഹിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ല തമിഴിൽ അത് സംഭവിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. തമിഴ്നാട്ടിലും ഈ പറയുന്ന സാധനം പോയിട്ടുണ്ട്. തമിഴ്നാട്ടിലും ഉണ്ണിമുകുന്ദനെ ഇപ്പോൾ അറിയാവുന്നേ, ഉണ്ണിമുകുന്ദൻ ഫേമസ് ആണ്. ഉണ്ണിമുകുന്ദൻ തമിഴ്നാട്ടിൽ ഫേമസ് ആണ്, ഗുജറാത്തിൽ ഫേമസ് ആണ്, മഹാരാഷ്ട്രയിൽ ഫേമസ് ആണ്, പിന്നെ ദില്ലിയിൽ ഫേമസ് ആണ്. ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരാളായിട്ട് പുള്ളി ഒറ്റപ്പോക്ക് പോയി. അത് അദ്ദേഹം ഇത് പറഞ്ഞിട്ടും വേറൊരു നടനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ 10 വാക്ക് എഴുതിയിടും. ഇദ്ദേഹത്തെ ആരോ എന്തെന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം പോയിട്ട് ഒരു പ്രത്യേകതരം വസ്ത്രമൊക്കെ ധരിച്ചിട്ട് പിന്നെ കേരള സുഡാപ്പി ഫ്രം കേരള എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് ഓർമ്മയുണ്ടോ? അത് ആരോ എന്തോ പുള്ളി പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ്. പുള്ളി എങ്ങനെ പുള്ളിയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഇവിടെ ആരും കാണുന്നില്ല. പുള്ളി കലാകാരനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു നിർത്തേണ്ട കാര്യമില്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പെരുമാറുകയാണെങ്കിൽ മാത്രമേ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു നിർത്തേണ്ട കാര്യമുള്ളൂ. ഉണ്ണി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ RSSകാരനാണ്, BJPക്കാരനാണ്, ഞാൻ സംഘപരിവാറാണ്, ഹിന്ദു ഐക്യവേദിയുടെ ആളാണ്, VHPയുടെ ആളാണ്, ബജ്രംഗദളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉണ്ണിയൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ണി പറഞ്ഞ് ഞാൻ നേഷനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരു രാജ്യസ്നേഹിയാണ്, അതാണ് എൻ്റെ രാഷ്ട്രീയമെന്നാണ് ഉണ്ണി പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഇദ്ദേഹം ഈ പറയുന്ന പോലെ കിട്ടിയ നല്ലൊരു അവസരമാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിന് മലയാള സിനിമയിൽ ലഭിക്കാതെ പോയിട്ടുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഇതൊരിക്കൽ നമ്മുടെ ഇടയ്ക്ക് പിന്നെ ശാന്തിവിള ദിനേശ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്കച്ചെറുക്കൻ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ മോശം സർക്യൂട്ട് വലിച്ചു കുറച്ച് കളഞ്ഞെന്നൊക്കെ ഇന്നെല്ലാവരും ശാന്തിവിള ദിനേശിനെ ഉയർത്തി പറയുകയാണ്. കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച ശാന്തിവിള എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മുമ്പ് ഒരു ട്രോള് കണ്ടു. ഏതായാലും അദ്ദേഹത്തോടുള്ള ഹേറ്റ് ക്യാമ്പയിൻ അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇനിയെങ്കിലും തിരുത്തണം. മറ്റ് നടന്മാരെ ആക്രമിക്കുക, മറ്റ് ഈഗോ വെച്ച് പുലർത്തി ഇൻഡസ്ട്രിയിൽ ഒരാളെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളെ നേരത്തെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് മട്ടാഞ്ചേരി മാഫിയ എന്നാണ്. മട്ടാഞ്ചേരി മാഫിയ എന്ന് വിളിച്ചിരുന്ന നിങ്ങളുടെ സിനിമ കാണാൻ നമ്മളൊക്കെ പോയിട്ടുണ്ട് അല്ലേ? എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കോ ഞാൻ കാണത്തില്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഞാൻ മാർക്കോ കാണത്തില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. മാർക്കോ കാണണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അതൊന്നും നമ്മൾ ചോദിക്കേണ്ടയോ പറയേണ്ടയോ കാര്യമില്ല. പക്ഷേ ഇത്തരം വേദികളിൽ താങ്കളുടെ സിനിമയുടെ പ്രൊമോഷൻ വേദിയിൽ ചെന്നിരുന്ന് മറ്റൊരു നടനെ തെറി പറഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള അവസ്ഥകൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയുള്ള മുന്നോട്ട് പോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.